പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ റെഡ് പ്ലാന്റ് കുറച്ച് തൈകൾ ഓർഡർ ഉണ്ട് കേട്ടോ. ഒരു 100 തൈ ഓർഡർ ഉണ്ട്. അത് നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ കവറിലാണ് നിറക്കുന്നത് കേട്ടോ. നമ്മൾ ഇത് ഓൺലൈനിലല്ല ഇത് നമ്മൾ ഓൺ ഡെലിവറി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യണത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അങ്ങനത്തെ കവറിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ നിറച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കവറിൽ 3 പീസാണ് നമ്മളിത് വെക്കണം കേട്ടോ. അങ്ങനെ 3 പീസായിട്ട് വേണമെന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് നിറച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇത്രയും നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഓരോ ഇതിൽ നിറക്കുന്നത്. ഇതിങ്ങനെ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലൻ്റെ കളറാണ് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാക്കി എടുക്കുക. ഒരു 3 ദിവസം കൊണ്ടൊക്കെ വേര് പിടിക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. റെഡ് പ്ലാന്റ് എന്നാണ് പറയുക. അപ്പോൾ അത് നമ്മൾ ആദ്യം ഇങ്ങനത്തെ കുറച്ച് ചാണകപ്പൊടി കുറച്ച് ഡോളോമൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇട്ടിട്ട് മണ്ണ് മിക്സ് ചെയ്തിട്ട് അതിലാണ് നിറക്കുന്നത്. ഇതിൻ്റെ തണ്ടാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ചെറിയ തല ഇങ്ങനെ മുറിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നല്ല വെയിൽ കൊണ്ടെങ്കിൽ ഇതിൻ്റെ തനതായ കളറ് കിട്ടുള്ളൂ കേട്ടോ. നമുക്കിതിൽ വന്നൊരു 100 തൈയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. 100 കവറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ടാണ് ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും ഇതിൻ്റെ കുറച്ച് തലയോടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഈ നിറക്കുന്നത്. നമ്മൾ ഒന്ന് കാണിച്ചു തന്നാണല്ലോ. വീണ്ടും തല കൊടുത്തിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മൾ നിറച്ച് ഇത് ഇതിലാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. സിലിണ്ടറിൽ ഇങ്ങനെ വെക്കുമ്പോൾ അത് കൂട്ടത്തിൽ ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇത് നല്ല കളറുണ്ടാവും കേട്ടോ. വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലത്താണ് ഇതിൻ്റെ ഭംഗി കൂടുതൽ കിട്ടുക. അപ്പോൾ അത് ബാക്കി നിറച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് കുറച്ച് ചാണകപ്പൊടി, ഡോളോമൈറ്റ്, മണ്ണ്, കുറച്ച് ചകിരിച്ചോറും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി നിറച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കവറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിട്ടൊന്ന് മൂടണം. എന്നാലിത് ഇലൊന്നും ചടാതെ അങ്ങനെ തന്നെ ഒരു ഹ്യൂമിഡിറ്റി ലെവലായിട്ടുണ്ടെങ്കിൽ അതങ്ങനെ കവറൊന്നും ഇലയിൽ നിന്ന് ഇലൊന്നും പൊഴിഞ്ഞ് പോകാതെ അങ്ങനെ നിൽക്കും കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇതൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇത് പെട്ടെന്ന് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കവറിലാണ് ഇത് വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ? ഇങ്ങനെ ഈ കവറിൽ ഇങ്ങനെ നമുക്കിങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഭംഗി എന്ന് പറഞ്ഞാൽ ഒരേ നല്ല റെഡായി. ഇത് നമുക്ക് ഈ നമ്മളെ വീട്ടിലെ പൂന്തോട്ടത്തിൽ നമുക്ക് ഈ സൈഡിൽ ഒക്കെ ബൗണ്ടറി കൊടുക്കാനും അതുപോലെ തന്നെ ഈ കുളത്തിൻ്റെ ചുറ്റുഭാഗത്തും നമ്മൾ ഈ മുറ്റത്തിൻ്റെ മതിലുണ്ടല്ലോ അതിനൊക്കെ ആക്കിയിട്ട് നമുക്കൊരു ബൗണ്ടറി കൊടുക്കാനൊക്കെ പറ്റിയൊരു പ്ലാന്റാണ് കേട്ടോ. റെഡ് പ്ലാന്റ് എന്നാണ് ഇത് പറയാം. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പിന്നെ കാണിക്കും കേട്ടോ. ഇത് പിടിച്ചിട്ട് ഇതിപ്പോൾ ഇന്ന് നമ്മൾ വെച്ചിട്ടുള്ളല്ലോ. ഒരു 3 ദിവസം കഴിഞ്ഞാൽ ഇത് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ. പെട്ടെന്ന് ഇത് വലുതാവും ചെയ്യും, വേരും പിടിക്കും ചെയ്യും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയ ചെടി വിശേഷങ്ങളായിട്ടാണ് തന്നെ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.